ഈ ഉറങ്ങുമ്പോ പണ്ടത്തെ അമ്മായിമ്മമാര്, വയസ്സായ മാമിമാരൊക്കെ മരുമക്കളോട് ചിലപ്പോ പഴയ കാലത്തെ മോളോടൊക്കെ പറയും, ഓര് ചിലപ്പോ ഉറങ്ങുമ്പോ അങ്ങനെ ഉറങ്ങിയാൽ മുഖം ഇങ്ങനെ മേൽപോട്ടാക്കിയിട്ട് ഉറങ്ങിയാൽ നിങ്ങൾ എങ്ങനെ പറയുന്നത്? മഞ്ഞനാടി ഭാഷയില് മലങ്കന, അത് ഞങ്ങളുടെ ഭാഷയിൽ മലങ്കന. വിഷയം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്നാൽ ആ ഉറക്ക് പെണ്ണ് ഉറങ്ങുന്നത് അത്ര നല്ലതല്ല എന്ന് പഴയ കാലത്തെ ഉമ്മമാര് അവരെ മക്കളോട് പറഞ്ഞു. അതുകൊണ്ട് ഓരോ പെൺമക്കളെങ്കാലും അങ്ങനെ ഉറങ്ങിയാൽ പഴയ കാലത്തെ ഉമ്മമാര് വന്നിട്ട് ഓരെ വിളിച്ചുണർത്തും. മലങ്കന ഉറങ്ങണ്ട, നോക്കാം. ബഹുമാനം യാനത്തു ത്വാലിബീനിൽ അടക്കമുണ്ട്. മുത്താലിബീങ്ങളൊക്കെ നോക്കണ കിതാബാണല്ല. ചില ഉറങ്ങിയ ആളുകളെ വിളിച്ചുണർത്തൽ വരെ പുണ്യകർമാണെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒന്ന്, പെണ്ണ് അങ്ങനെ കിടന്നുറങ്ങിയാൽ ഈ പറഞ്ഞതുപോലെ മേപ്പോട്ട് നോക്കിയിട്ട് പിന്നെ മലങ്കന അങ്ങനെ കിടന്നാൽ ആ പെണ്ണിനെ വിളിച്ചുണർത്തണം. നമ്മളെ വീട്ടിൽ ചിലപ്പോ നമ്മളെ ഭാര്യമാർ അങ്ങനെ കിടക്കും, ചിലപ്പോ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇല്ലേ. പണ്ടത്തെ ഉമ്മമാരൊക്കെ മക്കളോട് പറയാനുണ്ടായിരുന്നു, അങ്ങനെ വെച്ചിട്ട് ഉറങ്ങുക, കൈ ഇങ്ങനെ വെച്ചിട്ട് ഉറക്കം. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അതാ, മേൽപോട്ട് നോക്കിയിട്ടുള്ള ഉറക്ക്, മലർന്നു കിടന്നിട്ടുള്ള ഉറക്ക് അത് പെണ്ണിന് നല്ലതല്ല എന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു. പെണ്ണ് മലർന്നിട്ടും കിടക്കരുത്, കങ്കനം കിടക്കരുത്. മലങ്കന കങ്കന ഇത് രണ്ടും പെണ്ണ് കിടക്കരുത്. ആണ് കങ്കന കിടക്കരുത്, മലങ്കന കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ പെണ്ണ് ഇങ്ങനെ കിടന്നാൽ ആ പെണ്ണിനെ വിളിച്ച് ഉണർത്തൽ വരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് മഹാന്മാർ പറഞ്ഞു. ചില ഉറങ്ങിയ ആളുകളെ വിളിച്ചുണർത്തൽ സുന്നത്തുണ്ട്. അതിൽ ഒന്നാണ് അസറിന് ശേഷം, സുബഹിക്ക് ശേഷം ഉറങ്ങിയവനെ മാത്രമല്ല, പിന്നെ അസറിന് ശേഷം ഉറങ്ങിയവനെ വിളിച്ചുണർത്തൽ സുന്നത്തുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്നും വീട്ടിൽ ഭാര്യമാരെ വിളിച്ചുണർത്തൽ തന്നെ ആയിരിക്കും പണി. ഓര് കുറച്ചു നേരമെല്ലാം അധ്വാനിച്ച് പാവം കഷ്ടപ്പെട്ട് സഹിച്ച് പിന്നെ നോക്കുമ്പോ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഉറങ്ങണ സമയമാണ് ആ സമയം. ഒരിങ്ങനെ പിന്നെ കുറച്ച് അല്ല, അസറിന് ശേഷം വേണ്ട അസറിന് ശേഷം. അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്തവരെല്ലാം പറഞ്ഞതിനൊക്കെ അതിനൊരു അടിസ്ഥാനമുണ്ട്, വെറുതെ പറയല്ല. അത് പണ്ടെല്ലാം അങ്ങനെ ചൊന്നു ഇന്നാര്, അങ്ങനെ മാത്രമല്ല, അതിനൊക്കെ ചിലതിനൊക്കെ ഇതുണ്ടാവൂല, ചിലതിനൊക്കെ നല്ല ഇതുണ്ട്. പണ്ടത്തെ ഉമ്മമാരൊക്കെ കുട്ടികളെ അസർക്ക് ഉറക്കാൻ വിടൂല. പണ്ടത്തെ പ്രായമുള്ള ഉമ്മമാര്, മാമിമാര് മരുമക്കളോട് പറയും, കിടാവിടെ ഒന്തിരി അസറിന് നേരെ ബൽത്തണ്ടടി, നിനക്ക് എത്ര ചൊന്നെങ്കും ബാസയില്ലടി. കൂടുതലായാൽ അങ്ങനെ പറയും, അസറിന് നേരെ ബൽത്തണ്ടടി എന്ന് പറയും. നോക്കാം, ഇന്നത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു നോക്കാം, അതല്ല വെറുതേക്ക് പോവാൻ. ആര് പറഞ്ഞു വെറുതേക്ക്? മഹാന്മാര് കിതാബിൽ പറഞ്ഞതാണ്. അസറിന് ശേഷം ഉറങ്ങണത് അത്ര നല്ലതല്ല. അസറിന് ശേഷം ഉറങ്ങണത് കണ്ടാൽ അവരെ വിളിച്ചുണർത്തൽ വരെ പുണ്യമുള്ള കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. എത്രയാണ് മഹാന്മാർ പറഞ്ഞ്? രാത്രി പിന്നെ കുട്ടികൾ കിടന്നുറങ്ങുമ്പോ ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, കുട്ടികളെ കൈ നന്നായി ശ്രദ്ധിക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോ ഇറച്ചിക്കറി കോഴിക്കറി ഒക്കെ ഉണ്ടാക്കിയതാണെങ്കിലാണ് ഈ പറയണത്. എന്താ കാരണം? ഇറച്ചിയുടെ മണത്തോടുകൂടെയാണ്, ഈ കയ്യിൽ ഇറച്ചിയുടെ മണത്തോടുകൂടെയാണ് കുട്ടി കിടക്കണതെങ്കിൽ അവിടെ പിശാച് വരെ അടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൻ നാമ വഫി യദിഹി ദസമുൻ, ഒരാൾ കിടന്നുറങ്ങുമ്പോ ആ ഉറങ്ങണ സമയത്ത് കയ്യിൽ ഇറച്ചിയുടെ മണമുണ്ടോ, ആ ഇറച്ചിക്കറിയുടെ കൊഴുപ്പുണ്ടോ, എന്നാൽ പിശാച് വരെ അടുക്കാൻ സാധ്യതയുണ്ട് ഇറച്ചിന്റെ മണം അടിച്ചിട്ട്. ചിലപ്പോ കുട്ടിയെ മഹാന്മാർ കിതാബിൽ പറഞ്ഞല്ലേ, ആ കുട്ടിയെ ചിലപ്പോൾ പിന്നെ ഈ പിശാച് ശല്യം ചെയ്യും, ആ മനുഷ്യനെ ശല്യം ചെയ്യും. അതുകൊണ്ട് ബേസിനിൽ എപ്പോഴും ഒരു സോപ്പ് വെക്കുന്നത് നല്ലതാ. ഉമ്മമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളതിങ്ങനെ ചില മനുഷ്യന്മാർ സോപ്പ് കൊണ്ടുവരട്ടെ ചോദിച്ചാലും വേണ്ടെന്ന് പറയും. എന്താ കാരണം? ഇതിങ്ങനെ ഇടക്കിടക്ക് മണത്തോണ്ടിരിക്കാലോ. പറ്റൂല. ആ മണത്തോടുകൂടെ ഉറങ്ങരുത് എന്നാ കിതാബ് പറഞ്ഞ്. അങ്ങനെ ഉറങ്ങിയാൽ പിശാച് ചിലപ്പോ ശല്യം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഉറങ്ങിയവനെ വിളിച്ചുണർത്തൽ സുന്നത്താണെന്ന് വരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു. വെറുതെ അല്ല, ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാ ശ്രദ്ധിക്കണം. എന്നാൽ രാത്രി കുട്ടി ഉറങ്ങണില്ല, വല്ലാത്ത കരച്ചിലാണ്. എന്നാൽ ആ കുട്ടിക്ക് തന്നെ ശല്യമാകുന്ന രൂപത്തിലുള്ള കരച്ചിൽ അത് ഇല്ലാതാകാൻ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് 7 ആ മഹാരഥന്മാരുടെ പേര് ഒരു കടലാസിലങ്ങ് എഴുതി അതാ പിന്നെ തലക്ക് താഴോട്ടായി വെക്കുക, തലഭാഗത്ത് വെക്കുക, തല അടിഭാഗത്ത് വെക്കുക.
എന്നൊക്കെ മഹാന്മാർ കിതാബിൽ പറഞ്ഞു. എന്നാൽ അതിന് കുട്ടിയുടെ കരച്ചിൽ നിയന്ത്രിക്കാൻ അസ്ഹാബുൽ കഹ്ഫിന്റെ പേരുകളെ കൊണ്ട് സാധിക്കും. കാരണം അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു തആല അങ്ങനെയൊക്കെ മഹത്വം നൽകിയിട്ടുണ്ട്. എന്തിനേറെ പറയണം, പ്രസവം പ്രയാസകരമാകുന്ന സമയത്തും അസ്ഹാബുൽ കഹ്ഫിന്റെ പേരുകളെ കൊണ്ട് പ്രസവം എളുപ്പമാകും. ഇതൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ കിതാബിൽ എഴുതി വെച്ചതല്ലേ. ഞാനിപ്പോഴൊന്നും അതിലേക്ക് കടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത്